ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് കാണിക്കുന്നത്. നമ്മുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും യൂസ്ഫുൾ ആവുന്ന ഒരു ഐറ്റമാണ് ആദ്യം തന്നെ കാണിക്കുന്നത്. ഫ്രിഡ്ജിൻ്റെ ലോക്കാണ് ഇത്. വിത്ത് കീ ആണ് കേട്ടോ വരുന്നത്. നമ്മൾ ഈ കീ വെച്ചിട്ട് ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലോക്കാണിത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 205 രൂപയാണ്. ആ ഒരു റേറ്റിന് ഇത് വർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ലോക്ക് തന്നെയാണിത്. ഇത് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ ചെയ്യേണ്ടത്. ഇത് 2 പീസായിട്ടാണ് വരുന്നത്. ഒന്ന് ഡോറിൽ ഒട്ടിച്ചിട്ടുള്ള ആ ഒരു പീസും പിന്നെ ആ ഒരു സൈഡിൽ ഒട്ടിച്ചിട്ടുള്ളതും. അത് ഞാൻ ഒട്ടിക്കുന്നതിന് മുന്നേ ഉള്ള വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഒട്ടിക്കേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ഈ കീ ഇടുന്ന ആ ഒരു പീസ് ഉണ്ടല്ലോ, അത് ഡോറിൽ കറക്റ്റായിട്ട് വെച്ച് ഒട്ടിച്ച് കൊടുക്കണം. അതിൻ്റെ ബാക്കിൽ തന്നെ ഒരു സ്റ്റിക്കർ ഉണ്ട്. അത് നമ്മളിങ്ങനെ ജസ്റ്റ് പീൽ ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. നല്ല സ്ട്രോങ് ഉള്ള ഗമ്മാണ് കേട്ടോ ഇതിൻ്റെ ബാക്കിലുള്ളത്. ഞാൻ ഇത് കുറേ ആയി ഒട്ടിച്ചിട്ട്. അപ്പോൾ അത് ഇതുവരെ പറഞ്ഞു പോരെ, പിടിച്ച് വലിച്ചിട്ടൊന്നും പോരെ, ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഇത് ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ ലോക്ക് ഇടുന്ന ഒരു ഹോൾ ഉണ്ടല്ലോ, അത് ഈ ഒരു സൈഡിലേക്കായിട്ട് വെച്ചിട്ട് വേണം ഇത് ഒട്ടിക്കാൻ. നേരെ തല തിരിഞ്ഞ് ഒട്ടിച്ചു പോകരുത്. അപ്പോൾ ആദ്യം ഈ ഒരു കീ ഇടുന്ന ആ ഒരു പീസ് ആദ്യം ഒട്ടിക്കുക. എന്നിട്ട് നമ്മൾ ആ ലോക്ക് ഇടുന്ന ആ ഒരു ഇങ്ങനെ വയറ് പോലത്തെ അതുണ്ടല്ലോ, അത് അതിൻ്റെ ഉള്ളിൽ ലോക്കാക്കി വെച്ചിട്ട് ഇങ്ങനെ സൈഡിലോട്ട് കൊണ്ടുവന്ന് ഏതുവരെ ആ ഒരു നീളം പോകുന്നുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് വെക്കുമ്പോൾ അറിയാമല്ലോ എങ്ങനെ ഫിറ്റായിട്ട് നിൽക്കുന്നില്ലേ. ഓവറായിട്ട് വലിഞ്ഞ് ഫിറ്റായിട്ട് നിൽക്കാത്ത രീതിയിൽ, എന്നാൽ അധികം ലൂസാവാത്ത രീതിയിൽ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് എവിടെയാണോ അത് വരുന്നത് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ നമ്മൾ മറ്റേ പീസ് ബാക്കിൽ പീൽ ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണ് ഇത് സ്റ്റിക്ക് ചെയ്യേണ്ടത് കേട്ടോ. കാരണം നമ്മളിത് സ്റ്റിക്ക് ചെയ്താൽ പെട്ടെന്ന് പറിച്ചെടുക്കാൻ പറ്റില്ല. അപ്പം കറക്റ്റായിട്ട് അളവ് നോക്കിയിട്ട് വേണം ഇത് സ്റ്റിക്ക് ചെയ്യാൻ. പിന്നെ ഇതിൻ്റെ കൂടെ ഈ ഒറ്റൊരു കീയേ വരുന്നുള്ളൂ. അതുതന്നെ ഒരു ചെറിയ കീ ആണ് കേട്ടോ. അതുകൊണ്ട് എന്തായാലും ഒരു കീ ചെയിൻ അതിന് ഇട്ട് വെക്കണം, അല്ലെങ്കിൽ ആ കീ പെട്ടെന്ന് തന്നെ കാണാതായി പോവും. അപ്പോൾ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ നെക്സ്റ്റ് ആയിട്ട് ഞാൻ കാണിക്കുന്നത് ഇതുപോലെ 5 എണ്ണം വരുന്ന ഒരു സ്റ്റീലിൻ്റെ പോട്ടുകളാണ്. അടിയിൽ കോപ്പറിൻ്റെ ഒരു കോട്ടിങ് വരുന്ന സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ലിഡോട് കൂടിയിട്ട് വരുന്ന 5 പീസസ് ഉള്ളതാണ് കേട്ടോ. ഒരു വലുത്, അതിൻ്റെ ചെറുത്, അതിൻ്റെ ചെറുത്, അങ്ങനെ 5 പീസസ് വരുന്നതാണ്. ഇത് എനിക്ക് നല്ല യൂസ്ഫുള്ളാണ്. ഞാനിത് വാങ്ങിയത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ കറി ഒന്നിൽ, ഉപ്പേരി ഒന്നിൽ, പൊരിച്ചത് ഒന്നിൽ, അങ്ങനെ ഓരോന്നും ഈ പാത്രത്തിലേക്ക് ആക്കിയിട്ട് നമ്മൾ കുക്ക് ചെയ്ത പാത്രങ്ങളൊക്കെ കഴുകി വെക്കാമല്ലോ. അപ്പോൾ ഈ പാത്രം ഒരേപോലെയുള്ള പാത്രത്തിൽ നമ്മളിങ്ങനെ ആക്കിയിട്ട് ഒരു കിച്ചണിലൊരു സൈഡിൽ വെക്കുമ്പോൾ കാണാനൊരു വൃത്തി ഉണ്ടാവും. പിന്നെ എൻ്റെ അടുക്കള എന്ന് പറഞ്ഞാൽ ചെറിയൊരു അടുക്കളയാണ്, അധികം സ്ഥലമൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ ഒതുങ്ങിയ പാത്രങ്ങളിലാക്കി വെക്കുമ്പോൾ നല്ല നീറ്റായിട്ട് വെക്കാനായിട്ട് കഴിയുന്നുണ്ട്. പിന്നെ ഇതിൽ തന്നെ നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടാക്കാനും പറ്റും. രാത്രിത്തേക്കൊക്കെ ചൂടാക്കണമെങ്കിൽ ഇത് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കാൻ പറ്റുന്ന പാത്രമാണ് കേട്ടോ. ഞാൻ അങ്ങനെ ചൂടാക്കലുണ്ട്, ഇതിൽ കുക്ക് ചെയ്യലുണ്ട്, ഒക്കെ ചെയ്യലുണ്ട്. ഇതുവരെ ഒരു കുഴപ്പമില്ല. ഒരു 6 മാസമായി ഞാനിത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ലിഡോട് കൂടി വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ലിഡൊന്നും തിരഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ റേറ്റ് വരുന്നത് 707 രൂപയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും നമ്മൾ പ്രീപെയ്ഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് ആദ്യമേ അത് നമ്മൾ ക്യാഷ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഗൂഗിൾ പേ വഴിയോ അങ്ങനെയെങ്കിലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടും റേറ്റ് കുറയും കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെയാണ് വാങ്ങാറുള്ളത്. അപ്പോൾ എനിക്ക് 600 സംതിങ്ങിന് എന്തോ ആണ് ഞാനിത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ വാങ്ങാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങാം. നെക്സ്റ്റ് ആയിട്ട് ഞാൻ കാണിക്കുന്നത് ഈ ഒരു അയണിൻ്റെ കടായിയാണ്. ഇത് നല്ല ഹെവിയാണ് കേട്ടോ, നല്ല വെയിറ്റ് ഉണ്ട്. ഞാൻ വിറകടുപ്പിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാങ്ങിയത്. കാരണം ഗ്യാസ് സ്റ്റവിൽ വെക്കാൻ വേണ്ടിയിട്ട് വേറെയും പാത്രങ്ങളുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് വിറകടുപ്പിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഉപ്പേരി വെക്കുമ്പോഴോ അല്ലെങ്കിൽ മീൻ പൊരിക്കുമ്പോഴൊക്കെ ഈ ഒരു കടായി യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് വാങ്ങിയത്. ഞാൻ ആദ്യം വിചാരിച്ചു ഇത് എനിക്ക് പണി കിട്ടിയെന്നുള്ളത്. കാരണം ഇത് ഞാൻ ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് വാഷൊക്കെ ചെയ്ത് വെച്ചതിൻ്റെ ശേഷം പിന്നെ നെക്സ്റ്റ് ടൈം എടുക്കുമ്പോൾ ഇതിൽ മൊത്തം ഒരു തുരുമ്പിൻ്റെ പൊടി പോലെ ഇതിൻ്റെ ഉള്ളിൽ ചുറ്റുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു ഇത് വെറുതെ വേസ്റ്റായി പോയി എന്ന് വിചാരിച്ച്. പിന്നാണ് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ കണ്ടത്, ഇരുമ്പിൻ്റെ ചട്ടികളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ മുന്നേ മയക്കി എടുക്കണം എന്നുള്ളത്. അതെനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ യൂട്യൂബിൽ നോക്കി എങ്ങനെയാണ് ഇരുമ്പിൻ്റെ ചട്ടികളൊക്കെ മയക്കുക എന്നുള്ളത്. അപ്പം ഇത് നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ മുന്നേ മയക്കി എടുക്കണം. അങ്ങനെ ചെയ്തതിൻ്റെ ശേഷം പിന്നെ ഒരു പ്രശ്നമില്ല കേട്ടോ. നല്ല ചട്ടിയായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കേക്ക് വെച്ചാൽ അങ്ങനത്തെ ആ ഒരു പൊടിയോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഇതിൻ്റെ റേറ്റ് വരുന്നത് 271 രൂപയാണ് കേട്ടോ.
ഇതിന് ഞാൻ റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ ഒരു 3 സ്റ്റാർ ആയിരിക്കും കേട്ടോ കൊടുക്കുക. നേരത്തെ കാണിച്ചതിനൊക്കെ 5 സ്റ്റാർ തന്നെ കൊടുക്കും. പിന്നെ നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് ഒരു സ്റ്റീലിൻ്റെ കോർണർ സ്റ്റാൻഡാണ് ഞാൻ വാങ്ങിയത്. ഇത് ക്വാളിറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയാണ്. സ്റ്റീലിൻ്റെ നല്ല ഇതാണ് കേട്ടോ, സ്റ്റാൻഡാണ്. നമുക്ക് കോർണറിലുള്ള സ്പേസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡാണ്. ഞാനിത് ഇതിൻ്റെ തൊട്ട് ബാക്കിൽ കാണുന്ന ആ ഒരു കോർണറില്ലേ അവിടെ വെക്കാനും വേണ്ടിയിട്ടാണ് വാങ്ങിയത്. അപ്പോൾ വാങ്ങുമ്പോൾ തന്നെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ വിചാരിക്കുന്ന കാര്യത്തിന് അത് പറ്റുമോ എന്നുള്ളത്. കാരണം അതിൻ്റെ ആ ഒരു ഹൈറ്റ് പറ്റുമോ എന്നുള്ളത് എനിക്ക് ആദ്യമേ ഡൗട്ട് ഉണ്ടായിരുന്നു. അഥവാ പറ്റിയിട്ടില്ലെങ്കിൽ വേറൊരു സെക്കൻഡ് ഓപ്ഷനും കൂടി എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ജഗ്ഗും കാസറോളും പത്തിരി പ്രസ്സും ഞാൻ ഈ ഒരു കോർണറിലാണ് വെക്കാറുള്ളത്. ഇത് എപ്പോൾ എടുക്കേണ്ട ആയതുകൊണ്ട് അവിടെയാണ് കേട്ടോ വെക്കുക. അപ്പോൾ അതിങ്ങനെ പരന്നിട്ടാണ് കിടക്കുന്നത്. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കോർണർ സ്റ്റാൻഡ് വാങ്ങിയത്. ഈ മുകളിലത്തെ ആ സ്റ്റാൻഡിൽ മാത്രമേ എനിക്ക് വെക്കാൻ പറ്റുന്നുള്ളൂ. കാരണം നമ്മൾ ഈ കാസറോൾ വെക്കുമ്പം അതിൻ്റെ ഉള്ളിലോട്ട് കയറുന്നില്ല. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് പറ്റില്ല. പിന്നെ പത്തിരി പ്രസ്സിൻ്റെ ആ ഒരു ഹാൻഡിൽ ഇങ്ങനെ പൊന്തി നിൽക്കുന്നതിനെ കൊണ്ട് അതിൻ്റെ അവിടെ അങ്ങനെ സ്റ്റെക്കായി നിൽക്കുകയാണ്. അപ്പോൾ അതും വെക്കാൻ കഴിയണില്ല. പിന്നെ മുകളിലത്തെ തട്ടിൽ മാത്രമേ വെക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഞാൻ അത് അവിടെ വെക്കണ്ടെന്ന് വിചാരിച്ച് പിന്നെ ഞാനത് വെക്കാൻ വിചാരിക്കുന്നത് നമ്മളുടെ വിറകടുപ്പിൻ്റെ ആ ഒരു കോർണറുണ്ട് അവിടെയാണ് കേട്ടോ. കാരണം വിറകടുപ്പിൽ ഞാൻ ഉപയോഗിക്കുന്ന 2-3 പാത്രങ്ങളുണ്ട്, എപ്പോഴും ഉപയോഗിക്കണം. അത് അവിടെ നല്ലോണം ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സ്റ്റാൻഡ് ഉപയോഗിക്കാമെന്ന് വിചാരിച്ച് അതിൽ ഞാൻ നേരത്തെ കാണിച്ചില്ലായേണ്ട ആ ഒരു കടായി അത് ഏറ്റവും താഴെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് മുകളിൽ നമ്മൾ ചപ്പാത്തി ആണെങ്കിലും ദോശ ആണെങ്കിലൊക്കെ ചുടുന്ന ആയതുകൊണ്ട് തന്നെ പാൻ ഉണ്ടല്ലോ അതും വെച്ചിട്ടുണ്ട്. പിന്നെ തൊട്ട് മുകളിൽ ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിറകടുപ്പിലാണ് കുക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കറിയൊക്കെ ആ മൺചട്ടിയിലാണ് വെക്കൽ. പിന്നെ ഉപ്പേരി അങ്ങനത്തെയൊക്കെ ആ ഒരു കടായിലും, പിന്നെ പത്തിരിയൊക്കെ ചൂടാണെങ്കിൽ ആ ഒരു ഇതിലുമാണ് കേട്ടോ, ആ ഒരു പാനിലുമാണ് ചുടാറുള്ളത്. അപ്പോൾ അത് മൂന്നും അവിടെ അങ്ങനെ വെക്കാൻ അത് നല്ലൊരു ഓർഗനൈസ്ഡ് ആയിട്ട് തോന്നി കേട്ടോ. അപ്പോൾ അത് അവിടെ സെറ്റായിട്ടുണ്ട്. അതിൻ്റെ റേറ്റ് വരുന്നത് 224 രൂപയാണ് കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു സ്റ്റീലിൻ്റെ വാട്ടർ സ്ട്രെയിനറാണ്. അതായത് നമ്മൾ ചോറൊക്കെ ഊറ്റുമ്പോൾ സാധാരണ കഞ്ഞിക്കാലാണല്ലോ ഉപയോഗിക്കാറുള്ളത്, അതിന് പകരമായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡാണിത്. ഇത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഈ സ്റ്റാൻഡ് ഇതേപോലെ വെച്ചിട്ട് നമ്മൾ കഞ്ഞിക്കാലം ഇതേപോലെ ചെരിച്ച് വെച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലും നമ്മൾ വേറെ എന്തെങ്കിലും വേവിച്ചിട്ട് അതിന് വെള്ളം കളയാനാണെങ്കിലും ഒക്കെ ഇതേപോലെ ആ പാത്രത്തിൽ ഇങ്ങനെ ഒരു മൂടി വെച്ചിട്ട് ഇങ്ങനെ ചെരിച്ച് വെച്ച് കൊടുത്താൽ മതി. ആ ഒരു ഷേപ്പ് അങ്ങനെ നിൽക്കുന്നതിനെ കൊണ്ട് ആ മൂടി ഇങ്ങോട്ടേക്ക് തള്ളി നീങ്ങി പോവേ ഒന്നും ചെയ്യില്ല, നല്ല ഫിറ്റായിട്ട് അവിടെ നിൽക്കും കേട്ടോ. അത് 231 രൂപയാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പം ഏതെങ്കിലും ഐറ്റം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വാങ്ങണം തോന്നുകയാണെങ്കിൽ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ. ഇതേപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരും. അപ്പോൾ അതുവരെ ബായ്.